എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു. എം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അധികമൊന്നുമില്ല കേട്ടോ. പയറും കക്കിരിയും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ വേറൊരു സംഭവം ഉള്ളത് അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരേ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബീട്രൂട്ടിന്റെ വിത്താണ്. അപ്പോൾ ഇത് മുളയ്ക്കോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കാം. മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു ട്രേക്കകത്താണ് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് തെർമോക്കോളിന്റെ ഒരു പീസാണ്. ഇതിൽ നിറയെ കുഴികളുള്ളത് കൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ ഞാൻ ഹോളൊന്നും കൊടുക്കുന്നില്ലേ. നമ്മൾ ഇതുപോലെ സ്പ്രെയർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് വെള്ളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പരിപാടി തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മൾ ചകിരിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചകിരിച്ചോറൊക്കെ വളമൊക്കെ ചേർത്തിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ അവരവിടെ നിന്ന് വളമൊക്കെ ചേർത്തിട്ട് വിത്ത് മുളപ്പിക്കാനുള്ള രീതിയിൽ അവർ തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഈ ട്രേക്കകത്ത് ഫുള്ള് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചകിരിച്ചോറ്. അങ്ങനെ നമ്മളിതാ ഫുൾ ഫില്ല് ചെയ്തു. ഇനി വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ വിത്തിന് വളരാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാ എല്ലാം പ്രസ് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് വിത്തൊക്കെ ഇതിൽ മുളപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ഇനി വിത്തൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പയറിൻ്റെ വിത്താണ് ആദ്യം എടുത്തേക്കുന്നത്. നമ്മൾ ഓരോ പീസായിട്ട് ഇതാ ഇടാൻ വേണ്ടി പോവാണ്. ഇതിനിടയിൽ എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോഴല്ലേ എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ വിത്തുകളൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കക്കിരി വിത്തും കൂടി അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പയറിൻ്റെ വിത്തിൻ്റെ പാക്കറ്റ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം സെറ്റാവും. പയറിൻ്റെ വിത്തിന് എനിക്ക് അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം, എന്താവും എന്നറിയില്ല. അങ്ങനെ നമ്മളിതാ വിത്തുകളൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി കക്കിരിയുടെ വിത്താണ് കേട്ടോ ഇടാനുള്ളത്. കക്കിരിയുടെ വിത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫിനിഷ്. അങ്ങനെ നമ്മൾ കക്കിരിയുടെ വിത്തും കൂടി എടുക്കുകയാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ വിത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കക്കിരിയുടെ വിത്തും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറും കൂടെ നിറച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. ഞാൻ നിങ്ങളോട് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ഫാം തുടങ്ങേണ്ടതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഫാം തുടങ്ങേണ്ടതിനെ പറ്റിയിട്ട് അറിയുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമല്ലോ. എനിക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ഭയങ്കര ഇഷ്ടമാണ്. പശുക്കൾ, ആട്, ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ജീവികളൊക്കെ വളർത്താൻ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഫാമിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കേ. അങ്ങനെ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. എന്നിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി സംഭവം സെറ്റാണേ. നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം കോരി ഒഴിക്കുന്നില്ല. അടിയിൽ ഹോളില്ലാത്ത കാരണം കൂടുതൽ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വിത്ത് നാശമായി പോവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 2 ട്രേയും കൂടി എടുത്ത് വന്നിട്ടുണ്ടേ. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തിട്ട് കൊടുക്കാം. മുളയ്ക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം കേട്ടെ. എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. മുളച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ബീട്രൂട്ടിൻ്റെ വിത്തും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് പരിപാടി നോക്കിയാലോ. നമ്മളിതാ ഇതിനും വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. ഇനി നമ്മൾ വെള്ളം നാളെയല്ലേ സ്പ്രേ ചെയ്യുള്ളൂ. അപ്പോൾ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാ നമുക്ക് പോയാലോ അടുത്ത പരിപാടിക്ക്. അങ്ങനത്തെ അടുത്ത പരിപാടിക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, ഉറുമ്പ് പൊടി.
ഇതാണ് കേട്ടോ അടുത്ത അറ്റാക്കായി. നമുക്ക് ഉറുമ്പ് പൊടി കൊട്ടിക്കൊടുക്കാം. ഈ ട്രേ കൊണ്ടുവയ്ക്കുന്നിടത്തെ നമുക്ക് ഇങ്ങനെ ഉറുമ്പ് പൊടി കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ വിത്തൊന്ന് മുളപ്പിച്ചെടുക്കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല, എല്ലാം ഉറുമ്പ് കൊണ്ടുപോയി. ഇപ്രാവശ്യം ഞാൻ വിടൂല, ഇങ്ങനെയും ഈ വിത്ത് മുളപ്പിച്ചെടുത്ത്. അങ്ങനെ നമ്മളിത് ആ ട്രേ ഒക്കെ പൊറുക്കി ഈ ഉറുമ്പ് പൊടി ഇട്ടെടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്, ഉറുമ്പ് വരില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.